എന്നാലും എന്ത് ജീവിയായിരുന്നു അത്. എൻ്റെ കൈ ചോരയാണെങ്കിൽ നിൽക്കുന്നുമില്ല. ഇനി അമ്മേനോടും അച്ഛനോടൊക്കെ അവർ പറഞ്ഞു കാണുമോ? പക്ഷേ എങ്ങനെയാവുന്നറിയാം. അവരൊന്നും പറയാണ്ടിരുന്നാൽ മതിയായിരുന്നു. ആഹാ, നീ എഴുന്നേറ്റോ? അല്ല, ഇതെന്താ നിന്റെ കൈക്കെന്ത് പറ്റി പത്ര? അമ്മ, അത് പിന്നെ എന്താ പത്ര ഇത്? ഇന്നലെ വരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. മോളെ, എന്താ ഇത്? നീ ഞങ്ങളെ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ. നിങ്ങളൊന്ന് നിർത്തി. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഇന്നലെ ബാത്റൂമിലൊന്ന് വീണു, അതാ ഈ ബാൻഡേജ്. വേറെ പ്രശ്നമൊന്നുമില്ല. ദേ, മുഖമൊക്കെ ചുമന്നിരിക്കുന്നുണ്ടല്ലോ. അതല്ലേ പറഞ്ഞേ ഞാൻ വീണെന്ന്. മോളെ വാ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ആഹാ, ഒരു ഡോക്ടറിനെയാണോ വേറൊരു ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുന്നേ? എന്നാലും നിനക്കൊന്ന് ഞങ്ങളെ ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നോ? എൻ്റെ ആദ്യക്കുട്ടി, ടെൻഷൻ അടിക്കാൻ മാത്രമൊന്നുമില്ല. ഇതൊരു ചെറിയ ഒളുക്ക, അതങ്ങ് മാറിക്കോളും. അമ്മ പോയി വല്ലതും കഴിക്കാനെടുത്തേ, എനിക്കിന്ന് ഡ്യൂട്ടി ഉള്ളതാ. ഈ വയ്യാത്ത കയ്യും വെച്ചാണോ നീ ഇന്ന് പോകാൻ പോന്നേ? എൻ്റെ അമ്മ ഇതൊരു ഉളുക്കാന്ന് പറഞ്ഞില്ലേ, അതിന് മാത്രം വേദനയൊന്നുമില്ല. എന്നാ മോൾ ഒറ്റക്ക് പോകണ്ട, അച്ഛൻ കൊണ്ടാക്കി തരാം. ദേവച്ച, അവളെ ഞങ്ങൾ കൊണ്ടാക്കിക്കോളാം. എനിക്കും അഗ്നിക്കും ഏട്ടനും കുറച്ച് സാധനം വായിക്കാനുണ്ട്. ഞങ്ങൾ അവളെ കൊണ്ടാക്കാം. ഇന്ന് അമ്പലത്തിലെ ഉത്സവം തുടങ്ങിയല്ലേ, നമ്മളെല്ലാരും പങ്കെടുത്തേ പറ്റൂ. അത് ശരിയാ. കുഞ്ഞാ, നിന്റെ ഡ്യൂട്ടി എപ്പോൾ കഴിയും? ഒരു 6 മണിയാകുമ്പോൾ കഴിയുമൊത്തോ. 6 മണിയെങ്കിൽ 6 മണി. നമുക്കെല്ലാവർക്കും കൂടി ഒന്നിച്ചപ്പോൾ പോകാം. എന്തുവാ ഇത്? നോക്കി പേടിപ്പിക്കോ? ഡാ, നീ ഓക്കെ അല്ലേ? നമുക്ക് ഹോസ്പിറ്റലിൽ പോണോ? നിനക്ക് വേദന വല്ലതും ഉണ്ടോ? എൻ്റെ പൊന്നേട്ട, ഏട്ടനും കൂടെ തുടങ്ങാതെ. പിന്നെ ഏട്ടൻ അത്രയും നിർബന്ധമാണെങ്കിൽ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിലോട്ടല്ലേ പോകുന്നേ. അവിടെ ചെന്നിട്ട് ബാക്കി നോക്കാം. എന്നാ ശരി, ഞാൻ ഇറങ്ങുക. നന്ദു, മീനു ചേച്ചി, നമുക്ക് വൈകിട്ട് കാണാം. നോക്കി പോണേ. ഭദ്ര പറഞ്ഞത് അവര് വിശ്വസിച്ചെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ അവര് വിശ്വസിച്ച് കാണും. എന്നാലും വിച്ചു, അഗ്നി കറക്റ്റ് സമയത്ത് കതക് തുറന്നില്ലായിരുന്നെങ്കിലോ? എൻ്റെ പൊന്നേട്ട, എനിക്കൊന്നും അറിയാൻ പാടില്ല. നിനക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കി കൂടായിരുന്നോ? എന്തിനാ രാത്രി അങ്ങോട്ട് പോയേ? എൻ്റെ പൊന്നേട്ട, ഇന്നലത്തെ അവൾമാരുടെ പെർഫോമൻസ് ഒന്ന് കാണണമായിരുന്നു. പ്രത്യേകിച്ച് ഇത് ഇങ്ങേരുടെ കാമുകിയുടെ. ഇവന്റെ കാമുകയോ? അതാര്? വേറെ ആരാ, എൻ്റെ ചേച്ചി തന്നെ. അത് പിന്നെ ഏട്ടാ, എല്ലാം പെട്ടെന്നായിരുന്നു. ആരോടും ഒന്നും പറയാൻ പറ്റിയില്ല. പ്രേമരോഗികളെ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പോൾ വീട്ടില്. അപ്പോ ഇനിയും ഉണ്ടോ? ഓ, പിന്നില്ലാതെ. അതൊക്കെ ഏട്ടൻ വഴിയെ മനസ്സിലായിക്കോളും. പിച്ചു, നീ ഓക്കെ ആണോ? മറ്റുള്ളവർ വിഷമിക്കുമെന്ന് വെച്ച് എല്ലാം ഉള്ളിലൊതുക്കി നടക്കണമെന്നില്ല ഭദ്ര. ഒരു പ്രാവശ്യമെങ്കിൽ ഒരു പ്രാവശ്യം നീ നിനക്ക് വേണ്ടി ജീവിച്ചോടി വെച്ചു. നീ വന്നോ? എത്ര നേരമായി നിന്നെ വെയിറ്റ് ചെയ്ത് വെക്കാൻ തുടങ്ങിയിട്ട്. നിന്റെ കൈക്ക് ഇതെന്താ പറ്റിയേ? എടാ, അതൊക്കെ ഞാൻ പറയാം. ആഹാ, ആരൊക്കെയായി വന്നിരിക്കുന്നേ? ഏട്ടന്മാരൊക്കെ എപ്പോൾ ലാൻഡായി? നിങ്ങൾക്ക് ഞങ്ങളെയൊക്കെ അറിയോ? പിന്നില്ലാതെ ഇവള് നിങ്ങളെക്കുറിച്ച് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ബൈ ദ വേ, ഐ ആം അർജുൻ. ഞാൻ ക്രിഷ്, കണ്ണെന്ന് വിളിക്കും. ഞാൻ സിദ്ധാർത്ഥ്. ഞാൻ അഭിജിത്ത്. ഞങ്ങളെ ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ട ഏട്ടാ. എടാ, ഇതാണ് അഗ്നി. അപ്പോ ഇതാണല്ലേ ആ മുരടൻ? ഈ നാറിയെ കൊണ്ട് ഏട്ടാ
എന്നാ ഞങ്ങൾ ചെല്ലട്ടെ, ഡ്യൂട്ടിക്ക് കയറേണ്ട സമയമായി. എന്നാൽ ശരി, നിങ്ങൾ ചെല്ലാൻ നോക്ക്, നമുക്ക് പിന്നെ കാണാം. മിച്ചു, വൈകിട്ട് നീ എങ്ങനെ തിരിച്ചു വരും? അത് ഞാൻ കൊണ്ടാക്കിക്കോളാം ഏട്ടാ. ഭദ്ര, 6 മണിയാകുമ്പോൾ ഞാനിവിടെ കാണും, ഇങ്ങ് വന്നേക്ക്. ആ ആ ഓക്കെ എന്നാ ഏട്ടാ, ശരി എന്നാ, ബൈ. ഇന്നല്ലേ അമ്പലത്തിലെ ഉത്സവം തുടങ്ങുന്നേ. ഈ പ്രാവശ്യം ഞാനൊരു പൊളി പൊളിക്കും. നീ എനിക്ക് തല്ലു വാങ്ങി തരുമോ? കഴിഞ്ഞ സമയത്ത് അച്ഛൻ കറക്റ്റായിട്ട് വന്നോണ്ടാ നമ്മൾ രക്ഷപ്പെട്ടെ. അത് നേരാ, ഈ പ്രാവശ്യം അവന്മാർ കാണുമല്ലോ. ഈ പ്രാവശ്യം നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, ഏട്ടന്മാരൊക്കെ ഇല്ലേ. ആ, ഇനി അവർക്കും കൂടി തല്ലുവാങ്ങി കൊടുക്കുന്നേ. ഉത്സവത്തിന് പോകണമെങ്കിൽ വല്ലതും കഴിച്ചിട്ട് എളുപ്പം ഡ്യൂട്ടി ചെയ്യാൻ നോക്ക്, എന്നാലേ അങ്ങേര് വിടൂ. അത് നേരാ, നിങ്ങൾ വാ. ഡി, എൻ്റെ കാര്യം എന്തായി? ദേ, നീ മിണ്ടിപ്പോരുത്. നീ എന്നെ അയാളുടെ മുമ്പിലിട്ടിട്ട് ഓടിക്കളഞ്ഞില്ലേടാ നാറി. ആ കൊച്ചറിയാന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ അവളുടെ അച്ഛനെ കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചു പോയി. ഇതിന് ഞാൻ നിന്റെ കൂടെ ഇല്ലായിരുന്നോടാ പൊട്ട. പ്ലീസ് ഡി, ഈ ഒരു പ്രാവശ്യം കൂടി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ആ നോക്കാം, നീ ഇരുന്ന് കഴിക്ക്. എന്തോന്നാ രണ്ടുപേരും കൂടി ഒരു ചർച്ചയൊക്കെ, ഞങ്ങളുടെ അടുത്തും കൂടി പറയാം. അത് വേറൊന്നുമല്ലടാ, നിന്റെ കല്യാണത്തിനെ പറ്റിയാ. കല്യാണോ? എനിക്കിപ്പോഴൊന്നും കെട്ടണ്ട. അവന് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ റെഡിയാ. നീ കെട്ടാതെ ഇരിക്കുന്നതാടാ നല്ലത്, ഇല്ലെങ്കിൽ ആ കൊച്ചു വിധവയാവും. ഓ, വലിയ പുണ്യാളന്മാർ വന്നിരിക്കുന്നു. ആഹാ, നീ വന്നോ? നിനക്കുള്ള സാരി ഞാൻ കട്ടിൻ്റെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് പോയി ഫ്രഷ് ആയിട്ട് വാ. അല്ല, അവരൊക്കെ എവിടെ? ആരെയും കാണുന്നില്ലല്ലോ. അവരൊക്കെ 6 മണിയായപ്പോ ഇറങ്ങി, ഇപ്പൊ സമയം 7 ആയില്ലേ. ചേച്ചി വാ പെട്ടെന്ന്. മിത്തു, ഇതെങ്ങനെയുണ്ട്? കൊള്ളാവോ? എന്റെ ചേച്ചി ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ. അത് തന്നെ, നല്ല രസമുണ്ട് നന്ദു. ആഹാ, ഇന്ന് നിങ്ങളെല്ലാരും നേരത്തെ റെഡിയായി കഴിഞ്ഞോ? ആഹാ, നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു ആരും റെഡിയായി കാണില്ലെന്ന്. നിന്റെ മുണ്ടെന്തേടാ? എൻ്റെ ഏട്ടാ, മുണ്ടും ഞാനും ശത്രുക്കളാ. വെറുതെ എന്തിനാ ആൾക്കാരുടെ മുമ്പിൽ നാണം കെടുന്നേ? ഏട്ടനെന്താ ഇവിടെ? എത്ര നേരമാടാ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ നിനക്ക് ഡ്രസ്സ് തരാൻ വന്നതാ. അതാ പെട്ടി വെച്ചാ പോരായിരുന്നോ? ഇത് മീനു കൊണ്ട് തന്നതാ, നിന്നെ കൊണ്ട് ഉടുപ്പിക്കണോന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു നിന്റെ അടുത്ത് പറഞ്ഞിട്ട് പോവാന്ന്. നീ വേഗം ഇത് ഉടുത്തിട്ട് വാ, ഞാൻ താഴെ കാണും. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ഏട്ടൻ വന്നോ? അല്ല, അഗ്നിയേട്ടൻ എവിടെ? അവൻ റെഡിയാകാൻ കയറി, ഇപ്പൊ വരും. ആഹാ, ദേ അഗ്നി വരുന്നുണ്ടല്ലോ. ഏട്ടനെ കാണാൻ ഇന്ന് നല്ല രസമുണ്ട്. ഇതെന്താ കളർ തീമൊക്കെ? നിങ്ങൾ എന്താ കപ്പിൾസോ? മാച്ചിങ് ഇട്ടുകൊണ്ട് വരാൻ? നീ ഒന്ന് പോയേ, ഞങ്ങളത് ചിന്തിച്ചിട്ട് കൂടിയില്ല. പിന്നെ നീയൊക്കെ ഒന്ന് നോക്കിക്കേ. നീയും ഭദ്രയേട്ടനും ബ്ലാക്ക്, മഹിയേട്ടനും നന്ദയാണെങ്കിൽ ബ്ലൂ, ദേ ഇപ്പൊ മീനുവും അഗ്നിയും വൈറ്റും, ഞാൻ ഒറ്റയായില്ലേ? അതിന് ഏട്ടനും വൈറ്റല്ലേ ഇട്ടിരിക്കുന്നേ. ഏയ്, ഇത് കൊള്ളൂലോ. ഞാനെന്തോ ഓടുകൊണ്ട് പോലെ, എനിക്കിഷ്ടപ്പെട്ടില്ല. നീ വിഷമിക്കാതെടാ, ഭദ്രയും വൈറ്റായിടുന്നേ. ആഹാ, ദേ ഭദ്ര വരുന്നുണ്ടല്ലോ.
എല്ലാരും റെഡിയായോ? എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. നിനക്ക് ഞാനൊരു വൈറ്റ് സാരി അല്ലേ എടുത്തു വെച്ചേ, അതെന്തേ? എൻ്റെ ചേച്ചി, ആ സാരി ഒന്നും ഉടുത്താ കിടക്കൂല. ഇത് പിന്നെ ആകുമ്പോൾ കുഴപ്പമില്ല, അതാ ഞാനിത് ഉടുത്തേ. എന്നാലും ഇത് മോശത്തരമായിപ്പോയി. നീ ഒന്ന് അവരെ ഒന്ന് നോക്കിയേ. ഞാൻ എന്തോ ഓടുപോലെ ആയിപ്പോയി. ഡാ പൊട്ട, അതിന് നിങ്ങളെല്ലാവരും ഏകദേശം ഒരു സിമിലർ കളറല്ലേ ഇട്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ലേ പിങ്ക് ഇട്ടേ, അപ്പം ഞാനല്ലേ ഓടുകൊണ്ടാന്നേ. അത് അവള് പറഞ്ഞ നേരാ. നീ എന്ത് പൊട്ടനാടാ? തർക്കിച്ച് നിൽക്കാൻ സമയമില്ല. അച്ഛൻ വിളിച്ചിരുന്നു. അവരെല്ലാവരും നമുക്ക് വേണ്ടി കാത്തിരിക്കാം. പെട്ടെന്ന് വാ, നമുക്കിറങ്ങാം. ആ, നിങ്ങൾ വന്നോ? എത്ര നേരമായി നിങ്ങളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അകത്തോട്ട് കയറാം. എന്റെ ദേവി, എന്ത് രസമാ കാണാൻ. തുടക്കം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഇനി ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ കളറാകും. ദേ പിള്ളേരെ, ഒരു കാര്യം പറയാം. ഈ പ്രാവശ്യം നല്ല തിരക്കുണ്ട്. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് പുറത്തുനിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒറ്റക്കൊന്നും തിരക്കിൻ്റെ ഇടയ്ക്കൊന്നും പോയി പെട്ടേക്കരുത്. അത് തന്നെ. പിന്നെ ഇവിടെ റേഞ്ചൊന്നും കിട്ടില്ലെന്നറിയാലോ. അപ്പം സൂക്ഷിച്ച് വേണം എല്ലാം. പെമ്പിള്ളാരെ, ഓടി ഓരോ കരയിലും കയറി ഓരോ സാധനങ്ങൾ വായിക്കാൻ നേരത്തെ നോക്കണം, കൂട്ടം തെറ്റി പോയിട്ടില്ലെന്ന്. കേട്ടല്ലോ? അത് തന്നെ. മീനു, എപ്പോഴും ചേച്ചിമാരുടെയോ ചേട്ടന്മാരുടെയോ കൂടെ നടക്കാവുള്ളൂ. കേട്ടല്ലോ? എന്തുവായത്? ഞങ്ങൾ കൊച്ചു കുട്ടികളൊന്നും അല്ല. ഞങ്ങൾ ഇതിനു മുമ്പ് അമ്പലത്തിൽ വന്നിട്ടുണ്ടല്ലോ. അത് തന്നെ. ഞങ്ങൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇങ്ങോട്ട് വരുന്നേ. പിന്നെന്താ? പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നിങ്ങൾ ആദ്യം ചെന്ന് പ്രാർത്ഥിച്ചിട്ട് വാ. എടീ വാ, നമുക്ക് പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ഹായ്, എന്തോരം പാവയത്. എനിക്കിഷ്ടപ്പെട്ടു. ഇത് കൊള്ളാലോ. ചേച്ചി, എനിക്കിതൊരെണ്ണം വാങ്ങിത്തരുമോ? എൻ്റെ പൊന്നു മീനൂട്ടി, ചേച്ചി ഫോണോ പൈസയോ ഒന്നും എടുത്തിട്ടില്ല. മീനു, ഞാനും എടുത്തിട്ടില്ല. ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് വാങ്ങി തന്നേനെ. എന്നാ കുഴപ്പമില്ല, എനിക്ക് വേണ്ട. അത് തിരിച്ചു വെക്കണ്ട. നിനക്ക് ഇഷ്ടമായെങ്കിൽ എടുത്തോ, ഞാൻ പൈസ കൊടുത്തോളാം. ശരിക്കും കാര്യമായിട്ട് പറഞ്ഞാണോ? ആന്നേ, നീ എടുത്തോ. ഭദ്ര, വേഗം വാ. ഇവിടെ ഒന്നും ഇപ്പൊ തിരക്കില്ല. നമുക്കിതിലൊക്കെ ഒന്ന് കേറാം. ഈ സാരി എടുത്തോണോ? അത് വേണോ? അതിനെന്താ, നീ വാ. ഇതൊക്കെയല്ലേ ഒരു രസം. അവസരം മുതലാക്കുവാണല്ലേ രണ്ടും കൂടി. ആ, നീ ഇവിടെ ഇരിക്കുമായിരുന്നോ? നിന്നെ എവിടെയൊക്കെ തപ്പി. അല്ല, അവൾമാരെന്തേ? അവൾമാരേതെങ്കിലും കട കയറി ഇറങ്ങി നടപ്പുണ്ടായിരിക്കും. എന്നിട്ട് നീ അവരുടെ കൂടെ പോയില്ലേ? എൻ്റെ പൊന്നേട്ട, അവൾമാരുടെ കൂടെ പോയി കഴിഞ്ഞാൽ പോസ്റ്റ് അടിച്ച് ചാകും. അതിനേലും നല്ലത് ഇവിടെ ഇരുന്ന് രണ്ട് പെമ്പിള്ളാരെ നോക്കുന്നതാ. ആ, അത് കൊള്ളാം. അവൾമാരെ തനിച്ചാക്കല്ലേ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞതാ. അത് തന്നെ. അമ്മ എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു അവൾമാരെ ഒന്ന് നോക്കിക്കോണേന്ന്. നിങ്ങൾ വാ, നമുക്ക് പോയി തപ്പാം. എന്ത് രസമാണല്ലേ ഇതൊക്കെ കാണാൻ. കണ്ടിട്ട് തന്നെ വാങ്ങാൻ തോന്നുന്നു. അത് തന്നെ. ഈ പ്രാവശ്യം ഒത്തിരി മോഡൽ വന്നിട്ടുണ്ട്. ഓ, നോക്കണ്ട, വാങ്ങിക്കോ, ഞാൻ കൊടുത്തോളാം. നീ എൻ്റെ മുത്താണ്, മുത്ത്. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ. ചേച്ചി, ഇതെങ്ങനെയുണ്ട്? കൊള്ളാവോ? കൊള്ളാം, നല്ല രസമുണ്ട്. നിനക്ക് ചേരുന്നുണ്ടത്. എടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്കങ്ങോട്ട് ചെന്നാലോ? അമ്മയും അച്ഛനും തിരക്കുന്നുണ്ടാവും. ആ, കഴിഞ്ഞു, നമുക്ക് പോവാം. അല്ല, മെത്തുവച്ചി എന്തേ? ഇത്ര നേരം എൻ്റെ അടുത്ത് നിപ്പുണ്ടായിരുന്നല്ലോ. നിങ്ങൾ വാ, നമുക്ക് നോക്കാം. മിത്തുവച്ചിയല്ലേ ആ പോന്നേ? അത് ശരിയാണല്ലോ. ഇവളിത് എങ്ങോട്ടാ? ഇതെന്താ പെട്ടെന്നൊരു വേദന? എന്താ ചേച്ചി? ഏയ്, ഒന്നുമില്ല. നിങ്ങൾ വേഗം വാ. ഭദ്ര,
നിന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടല്ലോ. ചിലപ്പോൾ അത് മരുന്ന് വെക്കാത്തോണ്ടാവും. നിങ്ങൾ വാ, നമുക്ക് മിത്തുവിനെ വിളിച്ച് വീട്ടിൽ പോവാം. മിത്തു, നീ അവിടെ ഒന്ന് നിന്നേ. എന്ത് പരിപാടിയായി കാണിക്കുന്നേ? എത്ര നേരം കൊണ്ട് നിന്നെ വിളിക്കുക. നിന്നെ എന്താ വിളിച്ചാ കേട്ടോടെ? എന്തുവാടി നോക്കി പേടിപ്പിക്കുന്നേ? ചേച്ചി, എന്തുവാ ഇത്? നിനക്ക് ഭ്രാന്തായോ? മാറി നിൽക്കങ്ങോട്ട്. നന്ദു, കളിക്കാതെ കേറി വരാൻ നോക്കിയേ. ചേച്ചി, എനിക്ക് പേടിയാവുന്നു. മീനു, നീ ഇവിടെ നിൽക്ക്, എങ്ങും പോകരുത് കേട്ടോ. എന്തുവാടി, നീ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലുവോ? ചേച്ചി, കുഴപ്പമൊന്നുമില്ലല്ലോ. ചേച്ചി ഓക്കെ അല്ലേ? എന്തോ എന്നെ പിടിച്ചു വെച്ച പോലെ എനിക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റിയില്ല. നിങ്ങൾ രണ്ടുപേരും വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറി വാ. എന്താ ഇത്? ഭദ്ര, നന്ദു, എന്താ പറ്റിയേ? നിങ്ങൾ വെള്ളത്തിൽ വീണു. ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുന്ന എന്താ? ദേ മിത്തു, നീ ഒരുമാതിരി പൊട്ടം കളിപ്പിക്കരുത്. നീയല്ലേ അവളെ തള്ളിയിട്ടേ? ഹേ, ഞാനോ? നീ എന്തുവായി പറയുന്നേ? അവള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ അതിന്. അത് തന്നെ, നിങ്ങളെ നാലിനെ തപ്പിയറിയതാ ഞങ്ങൾ. വഴിക്ക് വെച്ച് ഇവളെ കിട്ടി. അപ്പൊ പിന്നെ നിങ്ങളെ മൂന്നിനെ തപ്പി വരാന്ന് വെച്ചു. അപ്പോ അത് മിത്തു വെച്ച് അല്ലെങ്കിൽ പിന്നെ നന്ദേച്ചിനെ തള്ളിയിട്ടതാരാ? നന്ദുവെ തള്ളിയിട്ടെന്നോ? ഞാനൊരു കാര്യം പറയാം. മനുഷ്യനെ കളിപ്പിക്കാനാണെങ്കിൽ ഇവിടെ വെച്ചെല്ലാം നിർത്തിക്കോ. എനിക്ക് മടുത്തു. ഭദ്ര, നിന്റെ കൈ എടീ, നല്ലപോലെ ബ്ലഡ് പോകുന്നുണ്ടല്ലോ. കിച്ചു, നമുക്ക് വീട്ടിൽ പോവാം. അവിടെ ചെന്നിട്ട് അമ്മയും അച്ഛനെ വിളിച്ച് പറഞ്ഞാ മതി. ഞാനും ഭദ്ര ഓക്കെ അല്ലടാ. ഭദ്ര, നന്ദ, ഞാൻ നീ വിഷമിക്കാതെ. നീ അല്ലെന്ന് ഞങ്ങൾക്കറിയാലോ. നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിക്കാം. എന്താണ് നിങ്ങളെല്ലാരും നേരത്തെ എങ്ങ് പോന്നേ? അത് തന്നെ, ഞങ്ങളാകെ പേടിച്ചു പോയി. എന്താടാ, എന്തു പറ്റി? ഞങ്ങൾക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താടാ, എന്താ കാര്യം? നിങ്ങൾക്കാർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? അമ്മ, ഇവിടെ എന്താ നടക്കുന്നേ? കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുക. ഇതുവരെ ഇല്ലാത്തൊരു ഓവർ പ്രൊട്ടക്ഷനൊക്കെ. എന്താ ഇതൊക്കെ? എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? അച്ഛ, ഞങ്ങൾ കൊച്ചു കുഞ്ഞൊന്നുമല്ല. ഇതുവരെ ഇല്ലാത്ത പ്രൊട്ടക്ഷനൊക്കെ. ഇതെന്താ സംഭവം? അത് പിന്നെ നിങ്ങൾ കരുതുന്ന പോലെയൊന്നും അല്ല. അച്ഛ, വേണ്ട. എന്തെങ്കിലും കള്ളത്തരമാണെങ്കിൽ അച്ഛൻ പറയണമെന്നില്ല. നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ പറ, ഇല്ലെങ്കിൽ ഞങ്ങൾ പൊക്കോളാം. എന്താന്ന് ഞാൻ പറയാം. ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാവുമെന്നറിയാം. പക്ഷെ നിങ്ങൾ സൂക്ഷിക്കണം. എന്തിനു സൂക്ഷിക്കണം? വരാനുള്ളതൊന്നും വഴി തങ്ങില്ലെന്ന് നിങ്ങളല്ലേ പറയുന്നേ. ഇനി മരിക്കാനാണ് എൻ്റെ വിധിയെങ്കിൽ എനിക്കതിന് പേടിയൊന്നുമില്ല. ഭദ്ര പറഞ്ഞാൽ തന്നെ എനിക്കും പറയാനുള്ളൂ. മരിക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അഗ്നിയെ ആരും ജീവനോടെ കാണില്ല. എൻ്റെ ദേവി, എന്തൊക്കെയായത്? അവനെ കുറ്റം പറയാൻ പറ്റില്ല. അവന്റെ സ്ഥാനത്ത് ഞങ്ങളായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ തന്നെ പറയൂ. പ്രണയമാനസവനിലലിയും നേരമായി ലോലമായി ചിറകി